റെബേക്ക വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. KPSC സുലോചന ആന്റി. ആന്റി എന്ന് പറയുന്നത് ഐ ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത്. ഞാൻ കായംകുളത്തായിരുന്നപ്പം വൈൽ ഐ വാസ് സ്റ്റഡിങ് ഇൻ 5th I was 1 year there with my uncle's place. അപ്പോൾ അവിടെ എൻ്റെ നെയ്ബർ ആയിരുന്നു KPSC സുലോചന ആന്റി. ഞാൻ അവരുടെ വീട്ടിലാണ് മോസ്റ്റ്ലി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അവര് ആന്റി വരുമ്പോൾ തന്നെ അവരായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വെൻ ഷീ കംസ് വിത്ത് എ ഗ്രേസ് ആക്ച്വലി, wearing that printed bold printed sarees and നല്ല വലിയ കമ്മലും ഒക്കെ ഇട്ടിട്ട് അവർ വരുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഭയങ്കര സൈലന്റ് ആവും, പിച്ച് ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും. Seeing her, that aura gives us something. You know, she's an artist, like theatre artist. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പുള്ളിക്കാരുടെ റെഫറൻസസ് ആണ്, ഒറിജിനൽ ഫോട്ടോസിന് റെഫറൻസ് എടുത്ത് ഞാൻ സ്കെച്ച് ചെയ്ത്. എനിക്ക് സ്കെച്ച് ചെയ്യണം, അല്ലാണ്ട് വെറുതെ ഞാൻ എപ്പോഴും ഓൾഡ് സ്കൂളാണ് സ്റ്റിൽ നൗ. ലൈക്ക് എനിക്കൊരിക്കലും സ്ക്രിപ്റ്റ് തരുവാണെങ്കിലും ഞാൻ പറയും എനിക്ക് PDF അയച്ചോളൂ. അറ്റ് ദ സെയിം ടൈം ഐ നീഡ് എ ഹാർഡ് കോപ്പി ടു, ബിക്കോസ് until and unless you don't touch the script, you don't feel it, you don't feel like doing it. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഞാൻ വരയ്ക്കുന്നതും ആദ്യം പെൻസിൽ കൊണ്ട് നോർമൽ സ്കെച്ച് ചെയ്തിട്ടായിരിക്കും ഞാൻ അത് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ടോട്ടലായിട്ടൊരു പിച്ച് ഡെക്ക് ഉണ്ടാക്കി വിത്തിൻ 10 days I went back to ഡിജോ. ഒരു 5 minutes ജസ്റ്റ് സ്ക്രോൾ ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഷീസ് ഇൻ, ഗീവ് ഹർ ദ സ്ക്രിപ്റ്റ്. അങ്ങനെയാണ് ഞാൻ പള്ളിച്ചട്ടമ്പിയിൽ എത്തുന്നത്. അതേപോലെ തന്നെ ഈ കായതുന്റെ വരുന്ന സമയത്ത് കാട്ടുചെമ്പകം എന്നുള്ള പാട്ട് ഇറങ്ങിയ സമയത്ത് ആ സാരികള് ഭയങ്കര രസകരമായിട്ട് എല്ലാവരും ഏറ്റെടുക്കുകയുണ്ടായി. അതെങ്ങനെയായിരുന്നു? അത് പ്ലെയിൻ മൽച്ചന്തേരി എടുത്തിട്ട് നമ്മൾ പ്രിന്റ്സ് ചെയ്ത കുറെ മെറ്റീരിയൽസ് ഉണ്ട്, സ്കെച്ച് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻ പ്രിന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ മേടിച്ച 2-3 ഉണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ പ്രിന്റ് ആയതുകൊണ്ട് നമ്മൾ ഷിഫോൺ കൊടുക്കണ്ട അല്ലെങ്കിൽ ജോർജറ്റ് കൊടുക്കണ്ട, അത് പിന്നെ എപ്പോഴുള്ള ഒരു ക്ലീഷ ആയി പോകും. നമ്മൾ ഈസിയാണ്, നമുക്ക് എന്താ പറയാ മേടിച്ചുകൊണ്ട് ഒന്ന് കൊടുത്താൽ മതി. ബട്ട് അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലെയിൻ മൽച്ചന്തേരി കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഡൈ ചെയ്ത് സ്ക്രീൻ പ്രിന്റ് ചെയ്തെടുത്തതാണ്. മോസ്റ്റ് ഓഫ് ദം നമ്മൾ തന്നെ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ട് ആ പ്രിന്റ് നമ്മൾ സാരീസിലോട്ട് കൊണ്ടുവന്ന. ഈവൻ ലൈക്ക് സോങ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഐ ഗോട്ട് an opportunity to merchandise this actually. ഈ കാട്ടുചെമ്പകത്തില് കയാതുവിന്റെ സാരീസ് ഒന്ന് മെർച്ചൻഡൈസ് ചെയ്യാമോ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. കയാതുവിന്റെ റെസ്പോൺസ് ഈ പവിഴമല്ലിയൊക്കെ ഇറങ്ങി പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമിലാണല്ലോ ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. രണ്ടിന്റെ ഒരു ട്രഡീഷണൽ അപ്രോച്ച് ആണെന്ന് തോന്നുന്നല്ലേ? എന്തായിരുന്നു റെസ്പോൺസ് ഈ സാരി? കയാതു വാസ് ലൈക്ക്, കയാതുവിന് സാരികളൊക്കെ ഇഷ്ടം, എസ്പെഷ്യലി ദാറ്റ് വൈറ്റ് വൺ. യു വുഡ് ഹാവ് നോട്ടീസ് വൈറ്റിൽ ചെറി, റെഡ് ചെറി കളറിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് പെയിന്റ് ചെയ്ത സാധനം. അതൊക്കെ ഷീ ഹാവ് ടേക്കൺ ഇറ്റ് വിത്ത് ഹർ ആക്ച്വലി. സോ ഷീ ജസ്റ്റ് ലവ്ഡ് ഇറ്റ് ബിക്കോസ് ദ തിങ് ഈസ് നമ്മൾ ആർട്ടിസ്റ്റിന് ഒരു സാരി അല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കുമ്പോൾ മെയിൻലി നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഇസ് ദ ഇമ്പോർട്ടന്റ് ഇസ് ദ ക്യാരക്ടർ that should come to you in your vision. That character should come. Second thing is how breathable is that material, because this is going to be worth throughout. ഇപ്പം ഈ ഒരു പ്ലാൻ ഒരു സോങ്ങിന്റെ ആണെങ്കിൽ നമ്മൾ 3 ദിവസം 4 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. വെയിലത്തും മഴയത്തും കാറ്റ് എല്ലാം ഉണ്ടാവും, ചൂടൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒരു ആർട്ടിസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കണമെങ്കിൽ ആ മെറ്റീരിയൽ വിച്ച് വി ആർ ചൂസിങ് ദാറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ഫോർ ദ ആർട്ടിസ്റ്റ് ടു വിയർ ഇറ്റ്. അപ്പൊ അതും കൂടെ നമ്മൾ നോക്കി ചെയ്തതുകൊണ്ട് ഷി വാസ് വെരി വെരി ഹാപ്പി ആക്ച്വലി. ഫസ്റ്റ് ടൈം ഷീ ഈസ് വിയറിംഗ് സംതിങ് ലൈക്ക് നോ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ ഗ്ലാമർ തിങ് ആൻഡ് ഷീ വാസ് സോ ഹാപ്പി വിത്ത് ആക്സസറീസ്. ശ്രദ്ധിക്കുമ്പോഴേ ഇപ്പൊ റീസെന്റ് മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആക്സസറീസിന് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണെങ്കിൽ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റഡ് മാല, അങ്ങനെ പിന്നെ ഇവിടെ ഫ്ലവർ ഒക്കെ വരുന്നത്. അതെങ്ങനെ ആക്സസറീസ് നിങ്ങൾ തന്നെയാണോ, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആണോ പർച്ചേസ് ചെയ്യുന്നത്? ആക്സസറീസ് ഈ പൂവൊഴിച്ച് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ആക്ച്വലി. ആക്സസറീസിൽ അത് നോക്കിയാൽ ചെറിയ മുമ്പത്തെ വരുന്നൊരു മുത്തുമാലയൊക്കെ കുഞ്ഞു അരിമണി എന്ന് പറയും, അതിലുണ്ടാവുന്ന മാല, ഇതൊക്കെ പഴയ കാലത്തെ കമ്മലുകൾ അങ്ങനത്തെ തന്നെയാണ് നമ്മൾ ആ സമയത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി. ഇൻഫാക്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്യാരക്ടർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെറുതെ നമ്മളൊന്ന് വി കാൺ ബൈ ഇറ്റ് ആൻഡ് ഗിവ്. That is what a designer does. That is her job actually, to refer about, you know, what is ആ സമയത്ത് എന്തായിരുന്നു സ്റ്റൈലിംഗ്, ആ സമയത്ത് എന്തായിരുന്നു ഫാഷൻ, ഹൗ പീപ്പിൾ വെയർ, നോർമൽ പീപ്പിൾ. ഫാഷൻ ഇസ് നോട്ട് ദ തിങ്. ഫാഷൻ ഇസ് ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ ഫോർ എവ്രി വൺ, ടു ബി വെരി ഓപ്പൺ. സോ നമ്മളൊരു നോർമൽ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ റിയൽ സ്റ്റോറി പറയുമ്പോഴത്തേക്കും അയാൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി തന്നെയാണ് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് എല്ലാം തന്നെ അതിൽ കൊടുത്തു.